എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന തർക്കം രൂക്ഷമാവുകയാണ്. നാളെ ഏകീകൃത കുർബാന തന്നെ നടപ്പിലാക്കുമെന്ന് ചുമതലയേറ്റ റക്ടർ ഫാദർ ആന്റണി പുതുവേലിൽ പറഞ്ഞു. എന്ത് വില കൊടുത്തും തടയുമെന്ന് പ്രഖ്യാപനമായി വിമതരും രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി എ ടി അശ്വതി മോൾ ചേരുകയാണ്. അശ്വതി, നാളെയും ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ അനുവദിക്കത്തില്ല. ജനാഭിമുഖ കുർബാന മാത്രമേ ബസിലിക്കയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ ബസിലിക്കയിൽ അനുവദിക്കൂ എന്നുള്ള ഒരു ആവശ്യവുമായി വിമതർ ഇപ്പോൾ മുന്നോട്ട് വന്നു. നാളെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്താണ് വിമതരുടെ പക്ഷം? അജി, ഈ വിഷയത്തിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാന നടത്തുമെന്ന് അൽമയ മുന്നേറ്റ സമിതി കൺവീനർ ജെമി അഗസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 ജില്ലകളിലെ പള്ളികളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് വലിയ പ്രതിഷേധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയെല്ലാം, അതായത് പ്രത്യേകിച്ച് പേപ്പൽ ഡെലിഗേറ്റിനെതിരെ കോടതിയെ സമീപിച്ചതായും അൽമയ മുന്നേറ്റം അറിയിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും നാളെ നടക്കുന്ന ഏകീകൃത കുർബാനയെ എതിർക്കുമെന്നാണ് ബസിലിക്ക കൂട്ടായ്മയും വ്യക്തമാക്കുന്നത്. ബസിലിക്ക കൂട്ടായ്മയും അതുപോലെ തന്നെ അൽമയ മുന്നേറ്റവും സംയുക്തമായി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഇന്ന് വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ ബസിലിക്ക റെക്ടറായിട്ടുള്ള ഫാദർ ആന്റണി പുതുവേലിൽ നാളെ ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അത് മാർപ്പാപ്പയുടെ തന്നെ നേരിട്ടുള്ള ഒരു നിർദ്ദേശമാണ് എന്നും അത് നടപ്പിലാക്കാൻ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, അതുപോലെ തന്നെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ആർച്ച് ബിഷപ്പ് സിറിൽ വാസിനും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയും ഒപ്പം തന്നെ നാളെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ ഏകീകൃത കുർബാന സെന്റ് മേരീസ് ബസിലിക്കയിലും അർപ്പിക്കുമെന്ന് ഫാദർ ആന്റണി പൂതവേലിൽ പറഞ്ഞത്. ഇന്ന് രാവിലെ ചുമതല ഏറ്റെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എല്ലായിടത്തും, അതായത് നാളെ എല്ലായിടത്തും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നതാണ് നിർദ്ദേശം. അത് അട്ടിമറിച്ചുകൊണ്ട് അവിടെ ജനാഭിമുഖ കുർബാന നടത്തുമെന്ന് ഇപ്പോൾ വിമത വിഭാഗം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് നാളെ വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ഫാദർ ആന്റണി പുതുവേലിനെതിരെ അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഈ പള്ളിയിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഘട്ടത്തിൽ കുർബാന അർപ്പിക്കാൻ എത്തുമ്പോൾ അത് കൂടുതൽ രൂക്ഷമായ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെക്കുക. എന്തായാലും നാളെ രാവിലെ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ മറ്റു പള്ളികളിലും ഇത്തരത്തിൽ കുർബാന അർപ്പിക്കാനായിട്ട് വിമതർ എത്തുമെന്നാണ്, അതായത് ജനാഭിമുഖ കുർബാന അർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൈദിക സമിതി അടക്കം ഈ വിമത വിഭാഗത്തിന് ഒപ്പമുണ്ട്. അജി, ശരി. എ ടി അശ്വതി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന തർക്കം രൂക്ഷമാകുകയാണ്. നാളെ ഏകീകൃത കുർബാന തന്നെ നടപ്പാക്കുമെന്ന് ചുമതലയേറ്റ ബസിലിക്കയുടെ റക്ടറായ ഫാദർ ആന്റണി പൂതുവേലിൽ പറഞ്ഞു. എന്ത് വില കൊടുത്തും തടയുമെന്ന് പ്രഖ്യാപനവുമായി വിമതൻ രംഗത്തെത്തി.